പലപ്പോഴായിട്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ സംഘം പ്രതിയോട് ചോദിച്ചപ്പോഴും പലപ്പോഴായി മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ പ്രതി താനല്ല കുറ്റം ചെയ്തത്. അന്നേ ദിവസം ഈ മുറിയിൽ തീ കത്തിയപ്പോഴാണ് താൻ വിവരം അറിയുന്നത്. വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് ഇത്തരത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല. അത് അറിഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ബാലരാമപുരത്ത് പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും അറിഞ്ഞതാണ്. എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണത്. ഇതിൻ്റെ അകത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീധുവിനെ എല്ലാവരും സംശയിക്കുന്നുണ്ട്. ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ മെമ്പറും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിനകത്തൊക്കെ എല്ലാവരും സംശയിക്കുന്നത് ഈ പറയുന്ന ശ്രീധുവിനെയാണ്. എന്നാൽ അന്ന് ഈ കുഞ്ഞിനെ കാണാതായ അന്നേരം തൊട്ട് ഈ പറയുന്ന അമ്മാവനിലേക്കും ഈ പറയുന്ന അമ്മയിലേക്കും മാത്രമായിട്ട് ഈ കേസ് ഒതുങ്ങി. അന്നേരം ഈ അമ്മാവൻ പറഞ്ഞു, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മാവൻ പറഞ്ഞു, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ആങ്ങള പറഞ്ഞു, ഞാനാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് കിണറ്റിലിട്ടത്, ജീവനോടെയാണ് കൊണ്ടിട്ടത് എന്ന രീതിയിൽ അവൻ അവിടെ വെച്ച് കുറ്റം സമ്മതിച്ചു. ഇപ്പോൾ വേണ്ട അവൻ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു അവനല്ല കൊന്നത് എന്ന്. കോടതിയിൽ കൊണ്ടുപോയപ്പോഴാണ് അവൻ ഇത് പറഞ്ഞേക്കുന്നത്. ഇവനൊക്കെ എന്തോ ഇവൻ വട്ടാണോ? അന്നേരം ആൾക്കാർ പറഞ്ഞിരുന്നു ഈ കൊച്ചിൻ്റെ അമ്മയ്ക്കാണ് ഇതിൻ്റെ അകത്തൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പം റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ശ്രീധു എന്ന് പറയുന്ന സ്ത്രീക്ക് മറ്റുള്ളവരുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. സ്വന്തം ആങ്ങളയോട് പോലും വേണ്ടരുതാത്ത ബന്ധങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ വീഡിയോ ഇട്ടതുമാണ്. ഇവർ ഈ പറയുന്ന ആങ്ങളെ തൊട്ടടുത്ത റൂമിൽ കിടക്കുമ്പോൾ പോലും ഈ ആങ്ങളെയും പെങ്ങളുമായിട്ട് വേണ്ടാത്ത വർത്തമാനങ്ങളും വേണ്ടാത്ത മെസ്സേജ് അയപ്പിലും ഒക്കെ ആയിരുന്നു. എന്തായാലും അതൊക്കെ ഓൾറെഡി നമ്മൾ പുറത്ത് വിട്ടു. ഓൾറെഡി ചാനൽ ചർച്ചകളിലൊക്കെ അത് വന്നത് കാര്യങ്ങളുമാണ്. ഇപ്പോഴിതാ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല കൊച്ചിനെ കൊന്നത് എന്ന രീതിയിൽ ഇവൻ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് കൊന്നത്? ഇവനല്ലേ കൊന്നത്? ഇവനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇരിക്കുകയാണ്. ഇവൻ എങ്ങനെയായാലും അത് രക്ഷപ്പെട്ടു വരും. ഇത് കൊന്നത് ഒന്നെങ്കിൽ ഇവള് തന്നെയായിരിക്കണം. ഇവളും ഇവനും ചേർന്നാണ് കൊന്നത്. അന്നേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇവർക്ക് അതിനകത്തൊരു ബന്ധമുണ്ടെന്നുള്ളത്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവൾക്ക് അത് മാത്രമല്ല, ഒരു മൊട്ടസ്വാമി എന്ന് പറയുന്ന ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി വേറൊരുത്തനുമായിട്ട് പോയിട്ട് ഇതാ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇവള് ഭയങ്കര സംഭവമാണ്. ഇവള് വേറൊരുത്തനുമായിട്ട് ലിവിങ് ടുഗദറായിട്ടൊക്കെ ജീവിച്ചവളാണ്. അപ്പോൾ അവൾക്ക് ഈ പറയുന്ന പിള്ളേരെ കൊന്നു കളയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് തന്നെ ആയിരിക്കണം അവൾ അവിടെ ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന സഹോദരൻ വരെ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ വാർത്ത ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബാലരാമപുരം 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ കോടതിയിൽ കുറ്റം നിഷേധിച്ച ഹരികുമാർ കുഞ്ഞിനെ കൊന്നത് താനല്ല എന്ന് അമ്മാവൻ ഹരികുമാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. പ്രതിക്ക് മാനസിക രോഗം പരിശോധിക്കാൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ പലതവണ കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്നാണ് പോലീസും പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രതി കോടതിയിൽ കുറ്റം നിഷേധിക്കുകയായിരുന്നു. എന്താണ് കോടതി ഉണ്ടായത്? പ്രതി ഇപ്പോൾ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതി ഹരികുമാറിനെ കോടതിയിൽ എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുകയാണ്. വീണ്ടും പലപ്പോഴായിട്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ സംഘം പ്രതിയോട് ചോദിച്ചപ്പോഴും പലപ്പോഴായി മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ പ്രതി താനല്ല കുറ്റം ചെയ്തത്. അന്നേ ദിവസം ഈ മുറിയിൽ തീ കത്തിയപ്പോഴാണ് താൻ വിവരം അറിയുന്നത്. വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്തരത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല. അത് അറിഞ്ഞത് ഏറ്റവും ഒടുവിൽ മുറിച്ചകത്ത് തീ കത്തിയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വിവരം അറിയുന്നതാണ് കോടതിയിൽ പ്രതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കട്ടിൽ കത്തിയ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവവും ഈ പറയുന്ന ഈ കുഞ്ഞ് മരിച്ചതുമായിട്ട് ഒരു കണക്റ്റിംഗ് ഉണ്ട്. ഇത് പ്ലാനാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശ്രീധുവിന് പങ്കുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡായ ഈ ശ്രീജിത്ത് അവിടെ എത്തിയ സമയത്ത് തന്നെ ഇവളിത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആങ്ങളെ ഇത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട് ഇവരുടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ചെയ്തത്. പക്ഷേങ്കിൽ അവിടെ ഈ പറയുന്ന ആങ്ങളെ ആയിട്ടുള്ള ഹരി ഇവൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഇവൻ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു, അത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ. ഇപ്പോൾ ഇവന് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തുവാണ് ഈ മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാനായിട്ട് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ പ്രതി മാനസികമായിട്ടൊരു വെല്ലുവിളി നേരിടുന്നുണ്ടോ, പ്രതി മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം നിർബന്ധമായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടി പ്രതിയെ പരിശോധിക്കണം. നിലവിൽ ഇത്തരത്തിലൊരു മരുന്ന് കഴിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഈ മാനസികമായിട്ട് സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ടാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ അന്വേഷണ സംഘത്തിന് തലവേദനയായി മാറുകയാണ്. കാരണം അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം
നടത്തിയാണ് ആദ്യം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത്. അത്തരത്തിൽ 1.5 ദിവസം കസ്റ്റഡിയിലിരുന്നപ്പോഴും പ്രതി ഇക്കാര്യം പറഞ്ഞു, താനാണ് കുഞ്ഞിനെ കൊന്നത്. അതിൽ പ്രധാനമായും അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു രണ്ടാമത് കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹം കുറയുകയും കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു, അങ്ങനെയുള്ള ഒരു ദേഷ്യം, അത്തരത്തിലൊരു വിരോധം അമ്മയോട്, അതായത് സഹോദരി ശ്രീതുവിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹരികുമാർ പോലീസിനോട് അന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മറ്റൊരു കാര്യം, പരസ്ത്രീ ബന്ധവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ ശ്രീതു വിലക്കിയിരുന്നു. അതിലും ദേഷ്യമുണ്ടായിരുന്നു. ഈ ഒരു ദേഷ്യത്തിന്റെയും ഇത്തരത്തിലുള്ള ഒരു വിരോധത്തിന്റെയും പേരിലാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതെന്നുള്ള ഒരു മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ശരിക്കും ഈ ഹരികുമാർ അന്വേഷണ സംഘത്തോട് നൽകിയത്. എന്നാൽ ഇപ്പോൾ 5 ദിവസം പിന്നിടുമ്പോൾ കോടതിയിലെത്തിയപ്പോൾ അതേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഷിജു എഫ് എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വീണ്ടും പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുന്നു. താനല്ല കുറ്റം ചെയ്തത് എന്നുള്ളതാണ്. ഏറ്റവും ഉപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ജയിലിൽ കഴിഞ്ഞപ്പോഴും പ്രതി ഏറെ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്ത ഒരു പ്രതി എന്ന നിലയിൽ ജയിലിനുള്ളിലും പ്രതിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയുടെ ഈ മാനസിക നില പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ സ്മൃതി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഈ കേസ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അവന് മാനസിക രോഗിയാണെന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അവൻ പറഞ്ഞിരുന്നതിന് മുമ്പ് ഈ പെങ്ങളുമായിട്ടുള്ള പെങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയി കുഞ്ഞ് ജനിച്ചേ പിന്നെ. അതുമല്ല, പരസ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പിടിച്ചത് ഈ സഹോദരിയാണ്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നതെന്നാണ് ഇവൻ പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത റൂമിലിരുന്നു കൊണ്ട് ഈ പെങ്ങളുമായിട്ടുള്ള വീഡിയോ ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ലാനും ഒക്കെ പറഞ്ഞു. പെങ്ങളുമായിട്ട് മറ്റുള്ള രീതിയിലുള്ള വീഡിയോ ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവന്. അപ്പോൾ ഇവൻ ഈ പറയുന്ന കാര്യങ്ങളും ഇവർ എങ്ങനെ വിശ്വസിക്കും? ഇവൻ തന്നെയാണോ കൊന്നത്? ഇവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അന്ന് തൊട്ടേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്, ഈ ശ്രീതുവിന് ഇതിനകത്ത് പങ്കുണ്ട്. ഈ കുഞ്ഞിനെ കൊന്നിട്ട് ചിലപ്പോൾ മറ്റവൻ്റെ കൂടെ ലിവിങ് ടുഗദറായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ല, അവൻ്റെ കൂടെ പോകാനുള്ള ഒരു പ്ലാൻ ആയിരിക്കണം ഇവക്ക്. എന്തുമായാലും ഇവരെ ഒന്നുകൂടെ ചോദ്യം ചെയ്യണം. ഇവൻ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ അതോ ഇവൻ്റെ അഭിനയമാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇനിയുമുള്ള കളികൾ മുമ്പോട്ട് പോകാനായിട്ട്. അല്ലെ ഇതുപോലുള്ള നരഭോജികൾ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. ഇവനെയൊക്കെ നല്ല തക്ക ശിക്ഷ കൊടുക്കണം. ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ വാർത്തകൾ കാണുന്നേ, 2025 തുടങ്ങിയതെന്ന് തൊട്ട് തന്നെ. എൻ്റെ പൊന്നടാവി, എന്തൊക്കെയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ. എൻ്റെ പ്രേക്ഷകരെ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.